എവിടുന്ന് കിട്ടുന്ന വിവരം വെച്ചിട്ടാ പറയുന്നത്? എവിടുന്ന് കിട്ടുന്ന വിവരം വെച്ചാ പറയുന്നത്? നമ്മൾ എല്ലാറ്റിനും കുറ്റം കാണാൻ വേണ്ടി പുറപ്പെടുന്നത് കേട്ടോ. നമ്മളെല്ലാരും കൂടി ആവശ്യപ്പെട്ട ആവശ്യം അത് അംഗീകരിക്കാത്തത്, അതാണ് ഇതിൽ പറ്റിയിട്ടുള്ള വീഴ്ച. അതിൽ അവതരിപ്പിക്കുന്നതിന് എന്തെങ്കിലും വീഴ്ച പറ്റിയതാണ്. അഭിപ്രായ വ്യത്യാസമല്ല, അത് അവിടുത്തെ സ്ഥിതിഗതിയിൽ ഇപ്പോൾ നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ആ പുരോഗതിയുടെ ഭാഗമായി ഇനി മറ്റ് സഹായങ്ങൾ ആവശ്യമുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അത് ഈ കിടക്കുന്ന കാടിന്റെ കിടപ്പും ഭൂമിശാസ്ത്രപരമായ കിടപ്പുമൊക്കെ പരിഗണിക്കുമ്പോൾ അത് തുറന്നും സഹായിക്കേണ്ടത് തന്നെയാണെന്നാണ് കാണുന്നത്. മറ്റു അഭിപ്രായ വ്യത്യാസത്തിനില്ല. പക്ഷെ കേരളം വീണ്ടും ഫണ്ട് ചോദിച്ചത് അവിടെ ഇനിയും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കണ്ണൂരും വയനാടും എന്ന് പറയുന്നത്, കണ്ണൂർ വയനാട് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിടക്കുകയല്ലോ. തൊട്ടപ്പുറത്ത് കിടക്കുന്ന കാടുകളുണ്ടല്ലോ, ആ കാടുകളിലൂടെയാണല്ലോ ഇവർ പലപ്പോഴും ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. അല്ലാതെ ഇവിടെയുള്ള എക്സ്ട്രീമിസ്റ്റ് എല്ലാവരും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു സാധ്യത ഇപ്പോഴും നിലവിലില്ലേ എന്നതാണ് സംശയിക്കുന്നത്. അതാണ് പ്രശ്നം. വിദേശ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുമതി ലഭിച്ചിട്ടില്ല എന്ന ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അത് ഈ ചർച്ചകളിൽ എപ്പോഴും നമ്മൾ ശുഭപ്രതീക്ഷയല്ലേ വെക്കേണ്ടത്. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് ശരിയാണ്. അനുമതി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, കിട്ടുമോ കിട്ടൂലേ എന്നുള്ളതല്ലേ പ്രശ്നം. കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കാം നമുക്ക്. ഓ, ഏത് അല്ല, ഈ ചർച്ചയിൽ ഞങ്ങൾ നിവേദനമായിട്ട് കൊടുത്തിട്ടില്ല. ആ പ്രതീക്ഷയുണ്ട്. അല്ല, അത് അങ്ങനെ ഒരു നിലപാടെടുത്തില്ലെങ്കിൽ അവരല്ലേ വ്യക്തമാക്കട്ടെ. ഞാൻ കണക്കാക്കുന്നത് അനുമതി ലഭിക്കുമെന്നാണ്. അനുമതി ലഭിക്കുമെന്ന് ഞാൻ കണക്കാക്കുകയാണ്. കേരളം സംസ്ഥാനം എന്ന നിലയിലും സിഎം എന്ന നിലയിലും കേന്ദ്രത്തോട് പലപ്പോഴും പല ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ആവശ്യങ്ങളിൽ അനുഭാവപൂർണമായ നിലപാട് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്ന് അങ്ങ് പറയുകയും ചെയ്തു. പക്ഷെ പലപ്പോഴും ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിന്റെ അങ്ങനെ നിരസിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ കിട്ടാതെ വരുമ്പോൾ ശക്തി പോരാ പ്രതിഷേധത്തിന് എന്നൊരു അഭിപ്രായം, വിമർശനം പ്രതിപക്ഷത്തു നിന്ന് തന്നെയുണ്ട്. എന്താണ് അങ്ങേക്ക് പ്രതികരിക്കുന്നത്? ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അതിനോടുള്ള പ്രതികരണം നമ്മൾ രേഖപ്പെടുത്തും. അതിന്റെ അർത്ഥം ഇനി ആവശ്യം അംഗീകരിക്കാത്തവരുമായിട്ട് ബന്ധപ്പെടില്ല എന്നുള്ളതല്ല. ഇത് കേന്ദ്രവും സംസ്ഥാനവുമാണല്ലോ. അപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും എപ്പോഴും പരസ്പരം ബന്ധപ്പെട്ടു പോകേണ്ടതാണ്. അതിന്റെ ഭാഗമായി കേന്ദ്രത്തെ വീണ്ടും നമുക്ക് സമീപിക്കേണ്ടതായിട്ട് വരും. വീണ്ടും സമീപിക്കും. ആ സമീപിക്കൽ എല്ലാ ഘട്ടത്തിലും നടക്കും. ഞാൻ പരസ്യമായിട്ട് ഇത് പറയാറുണ്ടല്ലോ, അതൊരു ആദ്യത്തെ കാര്യമല്ല. സാമ്പത്തിക കാര്യത്തിൽ കോഴിക്കോട് എന്ന നിലപാടിൽ ഉറച്ചു പോവാണ് ഇപ്പോഴും സിഎം പല ആവർത്തി പറയുന്നത്. അപ്പോ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുന്നത് ആലപ്പുഴ സ്ഥലം തന്നാലേ നടപ്പാക്കാൻ കഴിയുള്ളൂ എന്നാണ്. ആ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണത്തെ എങ്ങനെയാണ് കാണുന്നത്? തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറയുന്നു. അല്ല, അതിലൊന്നും പ്രതികരിക്കാതിരിക്കാനാ നല്ലത്. ശരി. സാമ്പത്തിക പ്രശ്നത്തിൽ നമ്മൾ IGSTയുടെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ഉറപ്പിനപ്പുറത്ത് കിടന്നത് കൃത്യമായി ഒരു പ്രതികരണം ഇത്തവണ ഉണ്ടായ വളരെ പോസിറ്റീവാണോ? എനിക്ക് തോന്നുന്നത് കുറച്ച് പോസിറ്റീവായൊരു പ്രതികരണമാണെന്നാണ്. അത് ആ അഭിപ്രായം തന്നെയാണ് ധനമന്ത്രിക്കുള്ളത്. എയിംസുമായി ബന്ധപ്പെട്ട് ധനമന്ത്രാലയത്തിൽ നിന്നാണ് ഇനി നടപടി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സംഭവം നിർമ്മല സീതാരാമനായിട്ട് ചർച്ച ചെയ്തത്? ഇല്ല, നിർമ്മല സീതാരാമനായിട്ട് ആ കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഡയലോഗ് നല്ലോണം നടത്താലോ, അതിനെന്താ പ്രശ്നം? വേറെ പ്രശ്നമൊന്നുമില്ല. ഫണ്ട് വേറെ, ഡയലോഗ് വേറെ, അത് പ്രശ്നമൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.